നമുക്കിന്ന് നല്ല കണവത്തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കണവിനെ കൂന്തലെന്നാണ്ടാ പറയണത്. അപ്പോൾ 2-3 പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വേണ്ട സാധനങ്ങൾ ഒരു കുഞ്ഞു സവോള എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാ ചിരവിയത്, പിന്നെ നമ്മൾ കൂന്തൽ ഉപ്പും മഞ്ഞൾ പൊടിയിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിക്കുന്ന ആൾക്കാർ കടുക് പൊട്ടിക്കാൻ, ഞാൻ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. കൂന്തൽ തോരൻ ഉണ്ടാക്കുമ്പോഴും റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും കുരുമുളക് പൊടി ഇത്തിരി മുന്നിൽ നിൽക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി കുരുമുളക് പൊടി അധികം ചേർത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയപ്പോഴത്തേക്കും അല്പം ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായിട്ട് ചിക്കി ഇളക്കിയ ശേഷം അതിൻ്റെ നനവ് മാറുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന കൂന്തലും ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ രീതി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.